പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നത് കർണാടക ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലിൽ മുൻ ശുചീകരണ തൊഴിലാളിയെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം സാക്ഷിയെ മൊഴിയെടുക്കാൻ മംഗളൂരുവിലേക്ക് വിളിപ്പിച്ചു. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. മുഹമ്മദ് റഹീസ് അവിടെ പോയിട്ട് ധർമ്മസ്ഥലയിൽ നിന്ന് ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന വിവരങ്ങൾ, റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോൾ അതിൽ ഏറ്റവും നിർണായകമായ വിവരങ്ങൾ കൈമാറാൻ കഴിയുന്ന സാക്ഷി, ശുചീകരണ തൊഴിലാളി, അയാളുടെ വെളിപ്പെടുത്തലാണ് നമ്മളിലൊക്കെ ഞടുക്കമുണ്ടാക്കിയത്. അയാളെ വിളിപ്പിച്ചിരിക്കുകയാണ്. ആദ്യ പടിയിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. മുഹമ്മദ് റഹീസ്. അനുജ, ഇന്നലെ രാത്രിയോടെ തിരക്കിട്ട ഒരു നീക്കം SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് ഇന്നലെ മംഗളൂരുവിലെത്തിയ SIT ടീം ധർമ്മസ്ഥലയിലേക്ക് പോകില്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. രാത്രി ഏതാണ്ട് ഒരു 10-10:30 വരെയും ആ സംഘം അവിടേക്ക് എത്തില്ല എന്ന് കരുതിയിരുന്നുവെങ്കിൽ രാത്രിയോടുകൂടി ഒരു ഉദ്യോഗസ്ഥൻ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും അവിടെയുള്ള രേഖകളൊക്കെയും കൈപ്പറ്റിയിരുന്നു. പിന്നീട് മംഗളൂരു പോലീസ് സ്റ്റേഷനിലേക്കും ആ സംഘത്തിലെ മറ്റൊരു ഉദ്യോഗസ്ഥൻ എത്തി, പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എത്തിക്കൊണ്ട് രേഖകളൊക്കെ കൈമാറിയിരുന്നു. പക്ഷേ ഇന്നൊരിക്കലും സാക്ഷിയെ ഈ ഒരു മൊഴിയെടുക്കാനായി വിളിപ്പിക്കും എന്ന് കരുതിയിരുന്നില്ല. പക്ഷേ എന്തായാലും ഇന്ന് തന്നെ മൊഴിയെടുക്കാൻ ഒരു തീരുമാനം ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. അല്പസമയത്തിന് മുൻപ് അവിടെ നിന്ന് കൃത്യമായി സാക്ഷിയോടൊപ്പം ഉള്ള ഒരാൾ നമ്മളെ വിളിച്ച് ഇപ്പോൾ മംഗളൂരുവിലേക്ക് പോവുകയാണ്. അവിടെ IG ദക്ഷിണ മേഖല IGയുടെ ഓഫീസിലേക്ക് എത്തണം എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ മൊഴിയെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 12 മണിയോടുകൂടി ഇവിടെ എത്താനാണ് അറിയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തായാലും സാക്ഷിയുമായി ഇവർ മംഗളൂരുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. SP ഓഫീസിൽ അല്ലെങ്കിൽ IG ഓഫീസിൽ വെച്ചിട്ടാണ് ഇവിടെ മൊഴിയെടുക്കാനുള്ള ഒരു സാധ്യത. ഈ ബൽത്തങ്ങാടിയിലാണ് SITയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ മൊഴിയെടുക്കാൻ ബൽത്തങ്ങാടി അത്ര സേഫാണ് എന്ന് പോലീസിന് പോലും തോന്നിയിട്ടുണ്ടാകില്ല. ധർമ്മസ്ഥലയുടെ അടുത്തുള്ളൊരു സ്ഥലമാണ് ബൽത്തങ്ങാടി. പക്ഷേ മംഗളൂരു ആകുമ്പോഴേക്കും അതൊരു 10-80 കിലോമീറ്ററോളം വരും. അങ്ങനെ ബൽത്തങ്ങാടിയിൽ വെച്ച് മൊഴിയെടുക്കാതെ ഇപ്പോൾ മംഗളൂരുവിലെ IG ഓഫീസിലേക്ക് മൊഴിയെടുക്കാനായി ഇദ്ദേഹത്തിനെ വിളിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ DGP അടക്കമുള്ളവർ ഇവിടേക്ക് എത്തും. ഇപ്പോൾ നിലവിൽ 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ്, SIT ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉള്ളത്. അവർ ആയിരിക്കും പ്രാഥമികമായി ചോദ്യം ചെയ്യുക. ഈ ചോദ്യം ചെയ്യൽ ഏറെ നീണ്ടുപോകാനും സാധ്യതയുണ്ട്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ടിറങ്ങുമ്പോൾ ആകെയുള്ളൊരു തുമ്പ് എന്ന് പറയുന്നത് ഈ ഒരു സാക്ഷിയായി അംഗീകരിക്കപ്പെട്ട ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലാണ്. അപ്പോൾ ഈ സാക്ഷിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുക എന്നത് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. കഴിഞ്ഞ 20 വർഷത്തെ ദുരൂഹ മരണങ്ങൾ അന്വേഷിക്കാനാണ് നിലവിൽ SIT ടീമിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ മറവ് ചെയ്തു എന്ന് അവകാശപ്പെടുന്ന ഈ സാക്ഷിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് തേടിയെടുക്കണം. എവിടെയൊക്കെയാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുള്ളത്, ആരുടെയൊക്കെ ആജ്ഞപ്രകാരമാണ് ഇദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്, ഏതൊക്കെ തരത്തിലാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെയും തേടേണ്ട സമയമാണിത്, തേടേണ്ട മണിക്കൂറുകളാണിത്. അപ്പോൾ ആദ്യപടിയായി ആദ്യ ദിവസം തന്നെ SITയുടെ ഭാഗത്തു നിന്ന് വലിയൊരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലൊന്നും അല്ലെങ്കിൽ ഈ ഒരു മൊഴിയെടുപ്പൊന്നും ഇപ്പോൾ പ്രതീക്ഷിച്ചതല്ല, ഇന്നത്തെ ദിവസം പ്രതീക്ഷിച്ചതല്ല. പക്ഷേ SIT സംഘം എന്തായാലും ഇപ്പോൾ ഈ ഒരു സാക്ഷിയെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക്, അതായത് മംഗളൂരു IG ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവിടെയാകും ചോദ്യം ചെയ്യൽ. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇദ്ദേഹം IG ഓഫീസിലേക്ക് എത്തും. നിലവിൽ അദ്ദേഹം ഉണ്ടായിരുന്ന ഇടത്തു നിന്ന്, ആ രഹസ്യ കേന്ദ്രത്തിൽ നിന്നും ഇപ്പോൾ മംഗളൂരുവിലേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ എത്തുമെന്നാണ് അറിയുന്നത്. അങ്ങനെ അന്വേഷണ സംഘം പലതരത്തിൽ പല ടീമുകളായി ഇപ്പോൾ തന്നെ വിഘടിച്ച് ആ അന്വേഷണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ചിലർ ബൽത്തങ്ങാടിയിലുണ്ട്, ചിലർ ധർമ്മസ്ഥല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ മംഗളൂരു SP ഓഫീസിലുണ്ട്. അങ്ങനെ 20 അംഗ സംഘം, നിലവിൽ 22 ആളുകളാണ് ഈ ഒരു സംഘത്തിൽ അവിടെ എത്തിയിട്ടുള്ളത്. നേരത്തെ പിന്മാറിയ ഒരു ഉദ്യോഗസ്ഥയും പിന്നീട് ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് എത്താതിരുന്ന ഒരു ഉദ്യോഗസ്ഥനുമുണ്ട്. ബാക്കി എല്ലാവരും അടങ്ങുന്ന ഒരു സംഘം അന്വേഷണം എന്തായാലും നടത്തി വരികയാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നിലവിൽ ഇനി വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് കസ്റ്റഡിയിൽ കർണാടക ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലിൽ ഇപ്പോൾ അന്വേഷണ സംഘം അവരുടെ അടുത്ത നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുക്കൽ. അതിലേക്ക് കടന്നിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം. മംഗളൂരുവിലാണ് മൊഴിയെടുക്കൽ. അതിനായി അയാൾ അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നതാണ് മുഹമ്മദ് റഹീസ് നൽകിയ വിവരം.